മുണ്ടക്കൈ സൂചിപ്പാറയുടെ താഴ്വാരത്ത് കുടുങ്ങിയവരെ കണ്ടെത്തി രക്ഷാദൗത്യ സംഘം. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ 18 പേരാണ് തിരിച്ചിറങ്ങാൻ കഴിയാതെ പ്രദേശത്ത് ഇന്നലെ രാത്രി കുടുങ്ങിയത്. ഇവരെ ഫയർഫോഴ്സും തണ്ടർബോൾട്ട് സംഘവും ചേർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അല്പസമയത്തിനകം വനത്തിൽ നിന്ന് പുറത്തെത്തിക്കും. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഈ രക്ഷാദൗത്യത്തിന് എത്തിയ 18 പേരാണ് ആ സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോയത്. ഇപ്പോൾ അവരെ കണ്ടെത്തി എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. എപ്പോൾ അവരെ എയർലിഫ്റ്റ് ചെയ്യും? സിജു, സൂചിപ്പാറയുടെ താഴ്വാരത്ത് ഒരു 10-15 കിലോമീറ്റർ താഴെയായിരുന്നു രക്ഷാപ്രവർത്തകർ ഇന്നലെ എത്തിയിരുന്നത്. അവിടെ തിരച്ചിലിന് വേണ്ടി എത്തിയതായിരുന്നു. പക്ഷെ അവർ വൈകുന്നേരം ആയപ്പോഴേക്കും അവസരമായി അവർക്ക് തിരിച്ചു കയറാൻ പറ്റാത്തൊരു സാഹചര്യം. വനപ്രദേശമാണ്, കൃത്യമായ വഴികളില്ല. അവിടെ അവർ ഈ പ്രദേശവാസികളൊക്കെ ആയ പുറത്തുനിന്നുള്ളവരൊക്കെ ആയ രക്ഷാപ്രവർത്തകരാണ്, സേനാംഗങ്ങളായിരുന്നില്ല. പക്ഷെ അവരെ ആ സമയം മുതൽ തന്നെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ഊർജിതമായ ശ്രമം നടത്തിയിരുന്നത്. തണ്ടർബോൾട്ടും അതുപോലെ തന്നെ ഫയർഫോഴ്സ്, NDRF, ഫോറസ്റ്റിന്റെ ഒക്കെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഊർജിതമായ ശ്രമത്തിലൂടെയാണ് അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് രക്ഷാപ്രവർത്തകർ ഇവരെ രക്ഷപ്പെടുത്താനുള്ള സേനാംഗങ്ങൾ താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. വളരെ ദുർഘടകരമായ പാതയാണ്, വനപ്രദേശമാണ്. പക്ഷെ അവരെ കണ്ടെത്തിയെന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവർ ഈ ഇന്നലെ കുടുങ്ങിപ്പോയ രക്ഷാപ്രവർത്തകരുടെ പരിശോധനയിൽ ഇന്നലെ ഒരു മൃതദേഹവും അതുപോലെ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ഈ മൃതദേഹം ഇപ്പോൾ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അവിടെ റേഞ്ച് പ്രശ്നമുണ്ട്, കൃത്യമായ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവരുടെ കയ്യിൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്. ഇവരവിടെ നിന്നും ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് വളരെ ദുർഘടകരമായ ഒരു പ്രദേശമായിരുന്നു. രക്ഷപ്പെടുത്താൻ അവിടെ നിന്നും തൊട്ടടുത്തേക്കുള്ള ഒരു കേന്ദ്രത്തിലേക്ക്, റിസോർട്ടിലേക്ക് മാറ്റുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അവിടെ നിന്ന് ഏത് വഴിയിലൂടെയാണോ എളുപ്പത്തിൽ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക, ആ വഴികൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. സിജു, കുട്ടൻ, നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു 3 പേർ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി എത്തി ഇത്തരത്തിൽ വഴിതെറ്റി കുടുങ്ങിപ്പോയൊരു സാഹചര്യം ഉണ്ടായി. നിലവിൽ അവിടെ നടക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് 6 സോണുകളിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഏതൊക്കെ മേഖലകളിൽ പോകണമെന്ന് സംബന്ധിച്ച് കൃത്യമായ പ്ലാനുണ്ട്. ഈ 18 പേരും ഈ പരിധിക്ക് ഈ സോണിൽ കൃത്യമായ ചുമതല നിർവഹിച്ച് നൽകിയവർ തന്നെയാണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇവർ അവിടെ കടന്നുകൂടിയതാണോ? എങ്ങനെയാണ് അവരെ ഈ ഒറ്റപ്പെട്ടു പോകാനിടയാക്കിയത്? ശിജു, അങ്ങനെയൊന്നും കടന്നുകൂടാൻ വേണ്ടി പറ്റില്ല. കാരണം മന്ത്രിസഭാ ഉപസമിതിയും അതോടൊപ്പം തന്നെ അധികൃതരൊക്കെ വളരെ കൃത്യമായ ഒരു തരത്തിന്റെ പ്ലാനിംഗ് ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിംഗ് അനുസരിച്ചുള്ളവർക്ക് മാത്രമേ, ആ രക്ഷാപ്രവർത്തകർക്ക് മാത്രമേ അതിനകത്തേക്ക് ഈ ഏത് പ്രദേശത്തേക്കും കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും വളരെ താഴേക്കൊക്കെ തെരഞ്ഞു പോകുമ്പോൾ ഈ വനപ്രദേശത്തിന്റെ ഉള്ളിലേക്കൊക്കെ അപ്പോൾ ഈ ഇവർ അവിടെ പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ ദൗത്യ സംഘത്തിന്റെ ഭാഗമായുള്ള ആളുകൾ തന്നെയാണ്, ഒരാശങ്കയുടെ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. ആൾക്കാരാണ് സിജു. ഹലോ, ശരി കുട്ടൻ, ഏതായാലും 18 പേർ രക്ഷാദൗത്യത്തിന്റെ ഭാഗമുണ്ടായിരുന്ന 18 പേരെ, സൂചിപ്പാറയുടെ താഴ്വാരത്ത് കുടുങ്ങിപ്പോയ 18 പേരെ കണ്ടെത്തിയിരിക്കുന്നു. അവരെ വളരെ വേഗം തന്നെ എയർലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുമെന്നുള്ള വിവരങ്ങളാണ് പി വി കുട്ടൻ നൽകിയത്.